ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്ക് ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ 31ാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ മക്കൾ സ്കൂളിൽ പോവാണ്. അവന് ഗിഫ്റ്റ് കിട്ടിയ എന്തോ ഒരു നൊറോട്ടോൻ്റെ ഒരു കീ ചെയിൻ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അവന് പിന്നെ കീ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവനത് ബാഗുമ്മ അതിൻ്റെ സിപ്പുമ്മ എന്താ പറയുക അതിങ്ങനെ പിടിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ. അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം അതൊക്കെ പിടിപ്പിച്ച് അവർ സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ. പിന്നെ ആസ് യൂഷ്വൽ ആര്യ എപ്പോഴും അവൻ്റെ കിറ്റോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് മറന്നു വെക്കും. അത് കിറ്റ് മറന്നു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വേഗം തന്നെ കണ്ടു, അല്ലെങ്കിൽ സ്കൂളിൽ പോയതിന് ശേഷമൊക്കെ കാണുക. അപ്പോൾ പിന്നെ അത് കൊണ്ടു കൊടുക്കലാണ്. അപ്പോൾ ഇറങ്ങിയ പാടന്നെ കണ്ടപ്പോൾ ഞാനത് വേഗം അവന് കൊണ്ടു കൊടുത്തു കേട്ടോ. അപ്പോൾ അതിൽ എടുത്തു വെക്കുന്ന പണിയാണ് അവന്. ഇത് ഇനി കൊണ്ടുപോയാലും അത് കാറിൽ മറന്നു വെച്ചിട്ട് അവൻ ക്ലാസ്സിലേക്ക് ഇറങ്ങി പോകുന്ന ദിവസവും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ കാറിൽ ആ സാധനം ആവുമ്പോൾ നമ്മൾ കാണൂല്ലല്ലോ. എന്നിട്ട് പിന്നെ ഓഫീസിൽ നിന്ന് വിളിച്ചു പറയും അവൻ്റെ കിറ്റ് ഇല്ലല്ലോ എന്നുള്ളത്. അപ്പോഴാണ് നമ്മൾ കാറിൽ വന്ന് സെർച്ച് ചെയ്യുമ്പോൾ ആ കാറിലുള്ളത് നമ്മൾ കാണുക. അങ്ങനെ കുറേ കുരുത്തക്കേടുകൾ അവനുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് സുജി വന്നതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഞാൻ 2 എഗ്ഗാണ് കേട്ടോ കഴിച്ചത്. അടുത്തിരുന്ന ചായ എൻ്റെതല്ല കേട്ടോ, ഞാൻ ചായ കുടിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് മുന്നിൽ ഞങ്ങളിങ്ങനെ വെറുതെ സംസാരിച്ചിരുന്ന സമയത്താണ് ഞാൻ കണ്ടത് എൻ്റെ ചെടികളിൽ മൊത്തം പൊടി പിടിച്ച് കിടക്കുന്നുണ്ട്. 2 പ്രാവശ്യത്തെ പനിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ സത്യം പറഞ്ഞാൽ റുട്ടീനിലേക്കൊന്നും കയറിയില്ല കേട്ടോ. ചെടികൾക്കൊക്കെ വെള്ളം നനച്ച് കൊടുക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമെങ്കിലും പ്രോപ്പറായിട്ട് ചെടീനെ കെയർ ചെയ്യണതോ അങ്ങനെ മൊത്തത്തിൽ വീടിൻ്റെ ആ റുട്ടീനിക്ക് ഞാൻ കയറിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഒക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്താ പറയുക, ലീഫൊക്കെ ഒന്ന് തുടച്ച് ആ പൊടിയൊക്കെ ഒന്ന് കളഞ്ഞ് ചെടികൾക്കൊക്കെ ഒന്ന് നീറ്റായി വെള്ളമൊക്കെ കൊടുത്ത് പിന്നെ നോക്കുമ്പോണ്ട് എന്താ പറയുക പോട്ടിലൊക്കെ നിറയെ അങ്ങനെ പൊടി പിടിച്ച് കിടക്കുന്നത്. കഴിഞ്ഞ മാസമാണ് ഫുൾ എന്താ പറയുക ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആൾക്കാരെ നമ്മൾ വിളിക്കുമല്ലോ, അങ്ങനെ വിളിച്ച് ഒക്കെ ഇതാക്കിയത്. പക്ഷെ എന്നാലും വീണ്ടും ഈ സിറ്റ് ഔട്ടിൽ നല്ല പൊടി വരും കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ബർത്ത്ഡേൻ്റെ ഇതൊക്കെ കഴിഞ്ഞതല്ലേ, അപ്പോൾ മക്കളൊക്കെ ഉണ്ടായിരുന്നല്ലോ കുറേ. അപ്പോൾ അവർ അവിടെ ഇവിടെയും പിടിച്ചതായിട്ടും കേക്ക് ഇതായിട്ടും ചോക്ലേറ്റിൻ്റെ ആയിട്ടൊക്കെ ഇങ്ങനെ ഡോർമലും അവിടെ ഇവിടെയൊക്കെ ഓരോന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ സിറ്റ് ഔട്ട് ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യണ പോലെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നോമ്പൊക്കെ എന്തായാലും വരികയല്ലേ, അപ്പോൾ നീറ്റാക്കിയിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെറിയ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ള ക്ലീനിങ് പരിപാടിയൊക്കെ ഞാൻ ഓൾറെഡി ഇങ്ങനെ ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. പിന്നെ എന്തായാലും ഒരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആൾക്കാരെ ഒന്ന് വിളിക്കാമെന്നും വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഡോറൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടു. പിന്നെ എന്താ പറയുക 2 സൈഡിലും ഇങ്ങനെ കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ഞാൻ ക്ലീൻ ആക്കിയിട്ടു. പിന്നെ അവിടെയുള്ള എല്ലാ എന്താ പറയുക പോട്ടും കാര്യങ്ങളും എല്ലാം ക്ലീൻ ആക്കിയിട്ടു കേട്ടോ. പിന്നെ അത് നോക്കുമ്പോൾ ഈ ഷൂറാക്കാണുള്ളത്. ഈ ഷൂറാക്കിൻ്റെ പുറം ഇങ്ങനെ ക്ലീൻ ആക്കുന്നുണ്ടെങ്കിലും അകത്ത് ഞാൻ എപ്പോഴും അങ്ങനെ ക്ലീൻ ആക്കാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അതിൻ്റെ ഉള്ളും കൂടി ക്ലീൻ ആക്കിയാൽ വലിയ പരിപാടികളൊന്നുമില്ല. അപ്പോൾ അതങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇഷ്ടംപോലെ ചളി ഉണ്ടായിരുന്നു കേട്ടോ. വേറെ എന്താ പറയുക വേറെ സ്ഥലത്തൊന്നും അധികം പൊടിയും കാര്യങ്ങളില്ലെങ്കിലും നമ്മൾ ഈ ഷൂ വെക്കുന്ന സ്ഥലമല്ലേ, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ ഇഷ്ടംപോലെ പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് നല്ല മെനക്കെട്ടിട്ടാട്ടോ ക്ലീൻ ചെയ്തെടുത്തത്. പിന്നെ അതിലേക്ക് തന്നെ എന്താ പറയുക ചെരുപ്പുകളൊക്കെ വെച്ചു. പിന്നെ മക്കളെ ചെറുതായ ചെരുപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ വെച്ചതായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് അവിടെ നിന്ന് എടുത്തിട്ട് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു. ആർക്കെങ്കിലും കൊടുക്കാനുള്ളവർക്കൊക്കെ കൊടുക്കുകയും ചെയ്യാമല്ലോ അങ്ങനെ. അപ്പോൾ അതിലേക്ക് വെക്കേണ്ടതൊക്കെ അതിലേക്ക് വെക്കുന്നുണ്ട്. പിന്നെ നല്ല ഷൂകൾ തന്നെ, ഇടുന്ന ഷൂകൾ തന്നെ ചളിയായിട്ട് കിടക്കുന്ന കണ്ടു കേട്ടോ. അപ്പോൾ ഈ അതൊന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പുറമൊക്കെ ഒന്ന് ക്ലീനാക്കി. അത് പിന്നെ എപ്പോഴും അധിക ദിവസം ചെയ്യണതാണ് കേട്ടോ. ഞാൻ ചെയ്തില്ലെങ്കിലും ചേച്ചിയൊക്കെ ആയിട്ട് ചെയ്യുമല്ലോ, അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇനി ക്ലീൻ ആക്കാനുള്ളത് ഊഞ്ഞാലിൻ്റെ ആ ഒരു ഭാഗമാണ് കേട്ടോ. പിന്നെ എന്താ പറയുക ഈ സ്വിച്ച് ബോർഡിന്മേൽ അധികം ചളിയില്ലെങ്കിലും സ്വിച്ച് ബോർഡിൻ്റെ ചുറ്റുഭാഗം നല്ല നമ്മൾ കൈ കൊണ്ടൊക്കെ തൊട്ട ആ ഒരു പാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്നാക്കി. പിന്നെ ഊഞ്ഞാലൊക്കെ എപ്പോഴും ക്ലീൻ ആക്കുന്നതാണ്. പിന്നെ എന്തായാലും ക്ലീനിങ്ങാണ് സ്റ്റാർട്ട് ചെയ്തല്ലോ വിചാരിച്ചിട്ട് അതും കൂടി അങ്ങോട്ട് ക്ലീൻ ആക്കി കേട്ടോ. പിന്നെ അതിൻ്റെ സൈഡിലെ ലൈറ്റും ഇതൊക്കെ ഞാൻ ഓൾറെഡി ക്ലീൻ ആക്കിയതാണ്. പിന്നെ ഈ
ഇനി ആ പോട്ടും കൂടി ക്ലീൻ ആക്കാനുണ്ട് കേട്ടോ. ഈ എന്താ പറയുക, ഈ മുറ്റത്തെ ഈ സിറ്റ് ഔട്ടിലുള്ള ചെടികളിലൊക്കെ എപ്പോഴും നല്ലോണം പൊടി വരും. അപ്പോൾ അത് കുറച്ച് മെനക്കെടാട്ടോ. ഈ ചെറിയ ചെറിയ ലീഫുള്ള എന്താ പറയുക, ഇതൊക്കെ ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ പുറത്തേക്ക് വെച്ചിട്ട് നന്നായിട്ട് ഓസ് അങ്ങോട്ട് അടിക്കുന്നിട്ട് ഒരു ദിവസം പുറത്തങ്ങോട്ട് വെക്കട്ടോ. അങ്ങനെ ഞാൻ ചെയ്യാറുള്ളത്. ഇപ്രാവശ്യം ഞാൻ അങ്ങനെ ചെറിയ ചെറിയ ലീഫുള്ളതൊക്കെ അകത്തേക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി വെക്കുമല്ലോ, അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് വലിയൊരു പണി ഉണ്ടായില്ല. പിന്നെ ചെയറൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ നല്ല ടയേർഡായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നട്ട്സൊക്കെ ഇരുന്നിങ്ങനെ കഴിക്കുന്നുണ്ട്. ഞാൻ അധികവും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നട്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിച്ച് വെള്ളം കുടിച്ച് ഇങ്ങനെ നടക്കുക ചെയ്യുക കേട്ടോ. നട്ട്സ് മീൻസ് ബദാം ഉണ്ടാവും, വാൽനട്ട്, കാഷ്യൂ നട്ട്സ്, അങ്ങനെയൊക്കെ ഇങ്ങനെ നടക്കുക ചെയ്യുക. പിന്നെ ഈവനിങ് ആണ് കേട്ടോ പ്രോപ്പറായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കുക. അങ്ങനെ മക്കളൊക്കെ കൂട്ടി വന്നതിന് ശേഷം മക്കൾ ചായയൊക്കെ കുടിക്കുന്നുണ്ട്. അവർക്ക് ബോക്സിംഗ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവർക്ക് എന്താ പറയുക, ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് പ്ലേ സ്റ്റേഷനായിരുന്നല്ലോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ ചില ഗെയിംസൊക്കെ കളിക്കണേ, ചില ഗെയിംസ് എങ്ങനെയൊക്കെയാണ് കളിക്കേണ്ടതെന്ന് അവർക്കും അറിയില്ലായിരുന്നു. പിന്നെ എനിക്ക് ഇതിനോട് ഒട്ടും താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ അത് നോക്കാനൊന്നും ഒരു ഇൻട്രസ്റ്റ് തീരെ കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവർക്ക് അവരോട് തന്നെ പഠിക്കാൻ പറഞ്ഞു. എന്താ അയാൾ പറഞ്ഞു തരുന്നൊക്കെ വേണേൽ പഠിച്ചു വെച്ചോ, ഞാനത് നോക്കി വെക്കൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കൊണ്ട് തന്നെ പഠിപ്പിക്കുകയാണ്. പിന്നെ അത് അവരെ ബോക്സിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ടൈമിൽ സുജി വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ടൈമിലൊന്നും വരാറില്ല. പിന്നെന്തോ വയ്യായിക, എന്തോ ഒരു തലവേദനയൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് പനിയായിരുന്നല്ലോ, അപ്പോൾ അതിങ്ങനെ മാറി വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പോൾ അതാ വരുമ്പോൾ സുജി പിന്നെ ഈവനിങ് ആയതുകൊണ്ട് എന്തൊക്കെയോ സ്നാക്ക് വാങ്ങിക്കൊടുന്നുണ്ട് കേട്ടോ. എൻ്റെ ഡയറ്റ് ഇങ്ങനെയാണ് കേട്ടോ. ഡയറ്റിൻ്റെ ടൈമിൽ അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെയാണ്, അതുകൊണ്ടാണ് ഞാൻ വണ്ണം വെക്കുന്നതും. അത് കഴിഞ്ഞ് അപ്പോൾ ഞാൻ ആ സ്നാക്കൊക്കെ എടുത്ത് വെക്കുകയാണ്. സുജിക്ക് ചായ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതാ ചട്ടിപ്പത്തിരി ഉണ്ട്, കട്ട്ലറ്റ് ഉണ്ട്, കല്ലുമ്മക്കായ നിറച്ച് പൊരിച്ചുണ്ട്, പിന്നെ എഗ്ഗ് ഉണ്ട് കേട്ടോ, കാടമുട്ട. അത് ഞാൻ കഴിച്ചു. പിന്നെ അവരെല്ലാവരും എന്താ പറയുക, എനിക്ക് കല്ലുമ്മക്കായ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അത് കഴിക്കണ കണ്ടപ്പോൾ എന്നെ കൊതിപ്പിച്ച് കഴിക്കണ കണ്ടപ്പോൾ ഞാൻ അതും ഒന്ന് കഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല. എനിക്ക് ഭയങ്കര എന്താ പറയുക, റിഗ്രറ്റ് ആയിരുന്നു അത് കഴിച്ചതിൽ. ഞാൻ കുറേ നേരം പിടിച്ചു നിന്നു. പിന്നെ സ്മെല്ലും കാര്യങ്ങളൊക്കെ അടിച്ചുകൊണ്ട് തന്നെ അതങ്ങോട്ട് ഞാൻ കഴിച്ചു കേട്ടോ. പിന്നെ എല്ലാതും ഓരോരോ പാത്രത്തിലാക്കി വെച്ചു. പിന്നെ എല്ലാവരും കാണുന്ന സ്ഥലത്ത് വെച്ചാൽ എല്ലാവരും കഴിച്ച് അങ്ങോട്ട് തീർത്തോളുമല്ലോ. പിന്നെ കാടമുട്ട അത്യാവശ്യം ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇന്ന് ഞാൻ കഴിച്ചിട്ടുള്ളത്. പിന്നെ കട്ട്ലറ്റ്, സമൂസ ഒന്നും ഞാൻ കഴിച്ചില്ല കേട്ടോ. ചട്ടിപ്പത്തിരിയും കഴിച്ചില്ല. പിന്നെ അതാ രാത്രിയായപ്പോൾ ഞങ്ങൾ മുറ്റത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു ടൈമാണ് കേട്ടോ. അപ്പോൾ എന്താ ടോട്ടോൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വണ്ടീൻ്റെ മുകളിൽ അവനെ വെച്ചിട്ട് ഫോട്ടോ എടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അവനോട് ഒറ്റയ്ക്ക് ഇറങ്ങാൻ പറഞ്ഞിട്ട് അവന് ഭയങ്കര പേടി കേട്ടോ, ഇറങ്ങുന്നേ ഇല്ല. അപ്പോൾ സുജി എന്നാൽ അവനെ എടുത്ത് താഴ്ത്തി വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ പറ്റില്ല, ഓനൊന്ന് ഇറങ്ങി ശീലമാവട്ടെ എന്ന് പറഞ്ഞിട്ട് അവന് ഇറങ്ങാനുള്ള വഴിയൊക്കെ ഞാൻ അങ്ങനെ കാണിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ. പിന്നെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല, കാരണം ഞാൻ തന്നെയാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അവനെ കുറേ നേരത്തെ പഠിപ്പിക്കലിന് ശേഷം അവനെ നോക്കിയായിട്ട് ഒറ്റയ്ക്ക് തന്നെ ഇറങ്ങി കേട്ടോ. പിന്നെ ഒറ്റയ്ക്ക് തന്നെ ഇറങ്ങിയപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ മുകളിൽ തന്നെ അവനെ വീണ്ടും വെച്ചിട്ട് അങ്ങനെ നോക്കിയപ്പോൾ വീണ്ടും അവൻ ഇറങ്ങി. അപ്പോൾ അവന് പേടി മാറി എന്നുള്ളത് മനസ്സിലായി കേട്ടോ. പിന്നെ മക്കളും അവൻ അതേപോലെ അതിൻ്റെ മുകളിൽ കയറ്റിയിട്ട് അങ്ങനെയൊക്കെ ചെയ്തു നോക്കി. അപ്പോൾ അവൻ ഒറ്റയ്ക്ക് ഇറങ്ങി. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയാണ് കേട്ടോ ഞാൻ കഴിച്ചത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ കാണാം. അതുവരെ ബൈ.